നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാണത്തൂർ പുഴയിൽ കാണാതായ കർണാടക സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. കുറ്റിച്ചെടികൾക്കിടയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധവുമായി SFI. നീലേശ്വരം, കാസർഗോഡ് കേന്ദ്ര വിദ്യാലയങ്ങളിലേക്ക് മാർച്ച് നടത്തി. യോഗയെ വിദ്യാലയങ്ങളിൽ നിന്ന് നീക്കാനാണ് സർക്കാർ സൂംബയെ വാരിപ്പുണരുന്നതെന്ന് ശശികല ടീച്ചർ. തെക്കേക്കാട് മുത്തപ്പൻ തെയ്യം ഭക്തരുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും ശശികല ടീച്ചർ. കുട്ടനാട്ടുകാരുടെ നേതൃത്വത്തിൽ വഞ്ചിപ്പാട്ട്. ആവേശക്കാഴ്ചയൊരുക്കി കാരിപ്പള്ളി നെൽവയലിൽ മഴപ്പൊലിമ. ബീച്ച് ടു ബെഞ്ച് സർവേയുമായി സമഗ്ര ശിക്ഷ കേരളം. പടന്ന കടപ്പുറത്തുൾപ്പെടെ എത്തി സർവേ നടത്തി. കാഞ്ഞങ്ങാട് സുന്നി സെന്റർ നാടിന് സമർപ്പിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ഹസ്നുൽ ഹാദിൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാണത്തൂർ പുഴയിൽ കാണാതായ കർണാടക സ്വദേശി ദുർഗപ്പയുടെ മൃതദേഹം കണ്ടെത്തി. പാണത്തൂർ വട്ടക്കുണ്ട് ഭാഗത്തെ പുഴയിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. 3 ദിവസം മുൻപ് പാണത്തൂർ മഞ്ഞടുക്കം പുഴയിൽ കാണാതായ കർണാടക സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ പാണത്തൂർ വട്ടക്കുണ്ട് പുഴയിൽ നിന്നാണ് കർണാടക സ്വദേശിയായ ദുർഗപ്പയുടെ മൃതദേഹം കണ്ടെത്തിയത്. 3 ദിവസമായി റവന്യൂ, ഫയർഫോഴ്സ്, പോലീസ്, NDRF, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിവരികയായിരുന്നു. അതിനിടയിലാണ് തിങ്കളാഴ്ച രാവിലെ പാണത്തൂർ വട്ടക്കുണ്ട് ഭാഗത്തെ പുഴയിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം സ്വന്തം നാടായ ബൽഗാമിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധവുമായി SFI രംഗത്ത്. നീലേശ്വരം, കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ജില്ലയിലും പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അധ്യയനം ആരംഭിച്ച് 4 മാസമായിട്ടും വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കും SFIയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ 5, 8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് നിലവിൽ പാഠപുസ്തകങ്ങളില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ആദ്യപാദ പരീക്ഷകൾക്ക് കേവലം ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പുസ്തകങ്ങൾ വിതരണം ചെയ്യേണ്ട NCERT അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ അതീവ ഗൗരവകരമാണെന്ന് SFI പറയുന്നു. കാസർഗോഡ് ജില്ലയിൽ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരം, കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കാണ് മാർച്ച് നടത്തിയത്. അസാബ് കേന്ദ്രത്തിന് സമീപത്തു നിന്നുമായിരുന്നു കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിഷേധ മാർച്ച് SFI ജില്ലാ പ്രസിഡന്റ് ഋഷിത C. പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് രാജ്യത്തിന്റെ മൊഡ്യൂളുകൾ അല്ലെങ്കിൽ സിലബസുകൾ ഈ രീതിക്കകത്തേക്ക് വെട്ടിച്ചുരുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഗാന്ധിവധം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടടക്കം ഇന്ന് ഭയക്കുകയാണ്. ആരെയാണ് ഭയക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അതിനും അപ്പുറത്തേക്ക് ഒരുപാട് നമ്മൾ പഠിച്ചു വന്ന ചരിത്രമുണ്ട്. മുഗൾ സാമ്രാജ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാ ഇന്നത്തെ സിലബസുകളിൽ നിന്നും വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ തലമുറയൊക്കെ തന്നെ കബളിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര ഭരണം അവരുടെ ചരിത്രം തിരുത്തിക്കേറ്റാൻ വേണ്ടി നോക്കുന്നുള്ളത്. കുട്ടികൾ തെറ്റായ കാര്യങ്ങൾ പഠിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടർ ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, രാജ്യം സ്വാതന്ത്ര്യദിനം നമ്മൾ ഉൾപ്പെടെ കൃത്യമായി ആഘോഷിച്ച് ആചരിച്ചു വരുന്ന നാളുകളാണ്. എന്നാൽ നാളിതുവരെ നോക്കിയെങ്കിൽ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുന്ന വേളയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീഹരി ബേപ്പ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്രീഹരി പനയാൽ, റോഷൻ KV, മധുരാജ്, ആകാശ്, ശ്രീത്തിൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ഇമ്മാനുവൽ സ്വാഗതം പറഞ്ഞു. നീലേശ്വരം പാലാത്തടത്തുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് SFI നടത്തിയ മാർച്ച് ജില്ലാ സെക്രട്ടറി K. പ്രണവ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതത്തിൽ പാരമ്പര്യമായി നടത്തിവരുന്ന യോഗയെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് നീക്കാനാണ് സംസ്ഥാന സർക്കാർ സൂംബയെ വാരിപ്പുണരുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ. ഹിന്ദു ഐക്യവേദി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി ടൗണിൽ നടത്തിയ ഗുരുവന്ദനം പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. ഹിന്ദു ഐക്യവേദി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ ഗുരുവന്ദനം പരിപാടി നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി.
ഭാരതത്തിൽ പാരമ്പര്യമായി നടത്തിവരുന്ന യോഗയെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് നീക്കുവാനാണ് സംസ്ഥാന സർക്കാർ സുംബയെ വാരിപ്പുണരുന്നതെന്ന് അവർ പറഞ്ഞു. യോഗ അഭ്യസിക്കുമ്പോൾ വല്ല സംസ്കൃതം വന്നാലോ വല്ല സംസ്കൃത ശ്ലോകമൊക്കെ വന്നാൽ കുടുങ്ങി പോയില്ലേ? യോഗയ്ക്ക് ഭാരതീയതയുമായി ബന്ധമുണ്ടെന്ന് വരുന്നില്ലേ? അപ്പൊ ഈ യോഗയെ പടിയടച്ച് പിണ്ണം വയ്ക്കാൻ വേണ്ടി ആയിരുന്നു തൂമ്പായെ കെട്ടിവലിച്ച് കൊണ്ടുവന്നത്, സൂമ്പയെ കെട്ടിവലിച്ച് കൊണ്ടുവന്നത്. പാവൻ ടീച്ചർമാർ ചാടിയിട്ടും തുള്ളിയിട്ടും ക്ഷീണിച്ചു. സൂമ്പ പറഞ്ഞ 10, 50, 55 വയസ്സുള്ള ടീച്ചർമാർ വരെ തുള്ളുകയാണ് സൂമ്പ എന്നും പറഞ്ഞുകൊണ്ട്. പോട്ടെ, എന്തെങ്കിലും ഒന്ന് യോഗ ഇല്ലെന്ന് പോട്ടെ, സൂമ്പെങ്കിൽ സൂമ്പ നമ്മുടെ പിള്ളേരെ നല്ല വഴിക്ക് കൊണ്ടുപോകാനാണെങ്കിൽ നമ്മൾ അംഗീകരിച്ചു. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തുള്ളു, പിള്ളേരെ ഏതെങ്കിലും ഒന്ന് അല്ലേ, ഏതെങ്കിലും ഒരു വഴിക്ക്. കാരണം മദ്യവും മയക്കുമരുന്നൊക്കെ സമാജത്തെ വരിഞ്ഞ് മുറുക്കുകയാണ്. എന്തിൻ്റെങ്കിലും പേരിൽ പിള്ളേരെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾ സൂമ്പെങ്കിൽ സൂമ്പ്. സൂമ്പ പാടില്ല, സൂമ്പ പാടില്ല പറയുന്നത് ആര്? ഇതേപോലെ തന്നെ സമസ്ത പറയുന്നു, കാന്തപുരം പറയുന്നു, സൂമ്പ പാടില്ല. അപ്പൊ ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ ഞങ്ങൾ 3 നേരം എന്താ കഴിക്കേണ്ടത് എന്നുള്ളത് സമസ്തയും കാന്തപുരം ഒക്കെ പറയേണ്ട അവസ്ഥ വരൂ. പടന്ന പഞ്ചായത്തിലെ തെക്കേക്കാട് മുത്തപ്പൻ മടപ്പുര ഉണ്ടെങ്കിൽ അവിടെ മുത്തപ്പൻ തെയ്യം ഭക്തരുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും ശശികല ടീച്ചർ പറഞ്ഞു. മടപ്പുര ഭാരവാഹികൾ പൊതുയോഗവേദിയിൽ KP ശശികല ടീച്ചർക്ക് നിവേദനം നൽകിയിരുന്നു. ഗുരുവന്ദനം ചടങ്ങിൽ കൊയ്യോങ്കര K രാജൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റുകുടുക്ക അവധൂതാശ്രമത്തിലെ സ്വാമി വിനോദ്ജി അനുഗ്രഹ ഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് AP ഷാജി, V അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുട്ടനാട്ടുകാരുടെ നേതൃത്വത്തിൽ വഞ്ചിപ്പാട്ടും കുടുംബശ്രീ പ്രവർത്തകർക്കായി ഓട്ടമത്സരവും നാടൻപാട്ടും പാട്ടിനത്തു നൃത്തവും വിവിധ കലാമത്സരങ്ങളുമായി മഴപ്പൊലിമ. ചെറുവത്തൂർ കാരിപ്പള്ളി നെൽവയിലാണ് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ മഴപ്പൊലിമ നടത്തിയത്. കുട്ടനാട് കൈനകരി ഓമന രാഘവൻ, സുശീല രവികുമാർ എന്നിവർ ചേർന്ന് വഞ്ചിപ്പാട്ട് താളം പരിശീലനം ചെയ്തു ഒരുക്കിയത് മഴപ്പൊലിമയ്ക്ക് ആവേശമായി. അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഴകേശൻ തുരുത്തിയുടെ നേതൃത്വത്തിലാണ് വഞ്ചിപ്പാട്ട് ഒരുക്കിയത്. ഘോഷയാത്രയായി ചെണ്ടമേളത്തോടെ ഞാറുകെട്ടുകൾ കയ്യിലേന്തി കുടുംബശ്രീ പ്രവർത്തകർ വയലിലിറങ്ങിയപ്പോഴാണ് മഴ പൊലിമയ്ക്ക് തുടക്കമിട്ടത്. ഓട്ടമത്സരവും നാടൻപാട്ടും പാട്ടിനൊത്ത് നൃത്തവും വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. ഉച്ചയ്ക്ക് ചക്കക്കറിയും ചിക്കൻ കറിയും കഞ്ഞിയും സംഘാടകർ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു. CDS അധ്യക്ഷ ശ്രീച ദിലീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV രാഘവൻ, പഞ്ചായത്ത് അംഗങ്ങളായ CV ഗിരീശൻ, P പത്മിനി, K രമണി, P വസന്ത, C ആശ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി V വിജയരാജ് എന്നിവർ സംസാരിച്ചു. സുജേഷ് തടിയൻകോവലും സജേഷ് മുതിരക്കോവലും ചേർന്ന് നാടൻപാട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബീച്ച് ടു ബെഞ്ച് സർവേയുമായി സമഗ്ര ശിക്ഷ കേരളം. തീരദേശത്തെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പടന്ന, കടപ്പുറം, ഉരിയര, 12 എന്നീ പ്രദേശങ്ങളിലെ വീടുകളിൽ BRC പ്രവർത്തകർ നേരിട്ട് ചെന്ന് സർവേ നടത്തി. തീരദേശത്തെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസം ലക്ഷ്യമിട്ട് വൈവിധ്യ ബീച്ച് ടു ബെഞ്ച് പദ്ധതിയുമായി സമഗ്ര ശിക്ഷ കേരളം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തീരദേശത്തെ പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെയും സന്തോഷകരവുമായ അന്തരീക്ഷത്തിലും പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അന്തരീക്ഷമൊരുക്കുകയാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം.
ഇവിടങ്ങളിൽ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ തിരിച്ചറിയുവാനായി സാമ്പിൾ സർവേയും ആരംഭിച്ചു. പടന്ന, കടപ്പുറം, ഒരിയര, 12 എന്നീ പ്രദേശങ്ങളിലെ വീടുകളിൽ BRC പ്രവർത്തകർ നേരിട്ട് ചെന്നാണ് സർവേ നടത്തിയത്. ജീവിത നൈപുണി ശില്പശാല, ബോധവൽക്കരണം, കരാട്ടെ, കളരി, തൈക്കൊണ്ടോ തുടങ്ങിയ പരിശീലനങ്ങളും ശില്പശാലകളും പദ്ധതിയുടെ ഭാഗമായി നടക്കും. വലിയ പറമ്പ്, മാവില, കടപ്പുറം, ഒരിയരയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കാലത്ത് ബെഞ്ചിലിരുന്ന് പഠിച്ചു വന്നവരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള പഴയ തലമുറ എന്ന് ഓർമ്മപ്പെടുത്തുക എന്നതിനപ്പുറം അന്ന് ഈ ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്ന കാലത്തൊന്നും നമ്മളെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ കൂടി നമുക്ക് ഈ ബീച്ച് ടു ബെഞ്ചിലൂടെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതൊരാളെയും പഠനത്തിൽ പിറകോട്ട് നിൽക്കുമ്പോൾ അവരെ കൈപിടിക്കാൻ ഏതെങ്കിലും ഒരു കരസ്പർശം ഉണ്ടാകുമ്പോൾ അവർ വെച്ചടി ഉയർച്ചയിലേക്ക് പോകും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ശ്യാമള അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. മനോഹരൻ, ഖാദർ പാണ്ഡ്യാല, വാർഡ് മെമ്പർമാരായ M. അബ്ദുൽ സലാം, V. മധു, KU സതീശൻ മാസ്റ്റർ, C. സാവിത്രി, K. സുധാകരൻ, രചന P. എന്നിവർ സംസാരിച്ചു. BPC VV സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരിച്ചു. ചെറുവത്തൂർ BRCയിലെ കോർഡിനേറ്റർമാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, പ്രദേശത്തെ സാമൂഹിക പ്രവർത്തകർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആദർശവിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ സമസ്ത 100ാം വാർഷിക പ്രചരണത്തിന്റെ ഭാഗമായി സമസ്ത കേരള സുന്നി ബാലവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമുഖ കർമ്മ പദ്ധതിക്ക് അന്തിമരൂപം നൽകി. ഇമ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ സാലൂദ് നിസാമി ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള സുന്നി ബാലവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നായന്മാർമൂല ഗോൾഡൻ ഫോർ ഹോട്ടലിൽ നടന്ന അഡ്വൈസറി മീറ്റിലാണ് ബഹുമുഖ കർമ്മ പദ്ധതിക്ക് അന്തിമരൂപം നൽകിയത്. ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ സാലൂദ് നിസാമി ഉദ്ഘാടനം ചെയ്തു. SKSBV ജില്ലാ ചെയർമാൻ ജമാലുദ്ദീൻ ദാരിമി ആലമ്പാടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ കൺവീനർ ഖലീൽ ദാരിമി ബെളിഞ്ചം പദ്ധതി അവതരണവും ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാഷിർ വളവിൽ ആമുഖ ഭാഷണവും വർക്കിംഗ് സെക്രട്ടറി ജാഫർ സ്വാദിഖ് മാടത്തെടുക്ക റിപ്പോർട്ട് അവതരണവും നടത്തി. സയ്യിദ് ആഷിഖ് തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു. ബഷീർ അൻഷിദി, മജീദ് ദാരിമി കളനാട്, അബ്ദുല്ല യമാനി കീഴൂർ, സിദ്ദിഖ് മുസ്ലിയാർ ബായാർ, സുൽത്താൻ ഇർഫാനി കള്ളാർ, അബു ലബീബ് ഹിമമി, അഫ്രീദ് അസരി, ഷഫീഖ് മൗലവി, അഷ്റഫ് ഫൈസി കിന്നിങ്ക, റഷീദ് ഫൈസി, കുഞ്ചാർ അബ്ദുല്ല ഫൈസി, ഷെരീഫ് ഫൈസി, അഷ്റഫ് മൂർനാട്, ഉമർ ഖയ്യൂം ചെറുകള, ഷാക്കിർ പാക്കഫി നഗർ, ഫൗസാൻ ബന്ദിയോട്, ഫവാസ് ബന്ദിയോട്, നയീമുദ്ദീൻ റഹ്മത്ത് നഗർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഫാർമസിസ്റ്റുകൾക്ക് ക്ഷേമ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും പുതുക്കിയ വേതനം പ്രാബല്യത്തിൽ വരുത്തണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ. കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ നടന്ന കൺവെൻഷൻ KPPA സംസ്ഥാന പ്രസിഡന്റ് KV പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് സർക്കാർ ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായി നൽകുന്നത് പോലെ നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന ഫാർമസിസ്റ്റ് തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഫാർമസിസ്റ്റ് മേഖലയിലും മറ്റും തൊഴിലിടങ്ങളിലും ചികിത്സാ സഹായമായി നൽകുന്ന നാമമാത്രമായ തുക വർദ്ധിപ്പിച്ച് പുതുതായി ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണമെന്നും ജീവൻ രക്ഷാ മരുന്നുകളുടെ വിലവർദ്ധനവ് തടയണമെന്നും സർക്കാർ ആശുപത്രികളിൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളുടെ മരുന്നുകൾ ലഭ്യമാക്കണമെന്നും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ നടന്ന കൺവെൻഷൻ KPPA സംസ്ഥാന പ്രസിഡന്റ് KV പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് H. ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VC കൃഷ്ണവർമ്മരാജ സ്വാഗതം പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മെമ്പർമാരുടെ മക്കളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. ഫാർമസി രംഗത്ത് 30 വർഷത്തെ സേവനത്തിന് ഡോക്ടർ BS റാവു എൻഡോമെന്റ് അവാർഡിന് അർഹയായ നാഗരത്ന എന്നിവരെ യോഗം പൊന്നാടയണിയിച്ച് ആദരിച്ചു. KPPA സംസ്ഥാന ട്രഷറർ T. സജിത് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം E. വേണുഗോപാലൻ, കാസർഗോഡ് ഏരിയ സെക്രട്ടറി K. മംഗള എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ IT കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ വെൽഫെയർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ തൊഴിൽ ക്ഷേമ പദ്ധതിയും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിലും KPPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാജീവൻ ഫാർമസിസ്റ്റ് തൊഴിൽ മേഖലയും സംഘടനയും എന്ന വിഷയത്തിലും മംഗളൂരു ഏനപ്പോയ ഫാർമസി കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസർ MP മുഹമ്മദ് അമീൻ ഫാർമസിസ്റ്റുകൾക്ക് തൊഴിൽ മേഖലയിലുള്ള പ്രാധാന്യം എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു. KPPA ജില്ലാ ട്രഷറർ P. പ്രിയംവദ നന്ദി പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSESL പിലിക്കോട് ശാഖ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC, +2, ഗ്രാജുവേഷൻ മേഖലകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് അനുമോദിച്ചത്. MK വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് KSESL പിലിക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ SSLC, +2 ഗ്രാജുവേഷൻ മേഖലകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് MK വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധവും നാടിൻ്റെ ശുചീകരണ പ്രക്രിയയുടെ അവബോധനത്തിൻ്റെ ആവശ്യകതയും MK വിജയകുമാർ ബോധ്യപ്പെടുത്തി. ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് കൃഷ്ണൻ നായർ PV അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KSESL ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനൻ നായർ, ശാഖാ രക്ഷാധികാരി വിജയൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ദേവിക്കുട്ടി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയികളായ കുട്ടികളെ അനുമോദിക്കുന്നതിനോടൊപ്പം സംസ്ഥാന കേരളോത്സവത്തിൽ കലാതിലകപ്പട്ടം നേടിയ നന്ദന കിഷോറിനെയും ജില്ലാതലത്തിൽ വനിതാ സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ വനിതാരത്ന പുരസ്കാരം നേടിയ യശോദ PP-യെയും അനുമോദിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത അംഗങ്ങളിൽ നിന്നും നറുക്കെടുത്ത് നൽകിയ പ്രോത്സാഹന സമ്മാനമായ വെളിച്ചെണ്ണയും തേങ്ങയും സ്പോൺസർ ചെയ്തത് പ്രശാന്ത് കുമാർ TK-യാണ്. കിഷോർ കുമാർ VM പ്രോത്സാഹന സമ്മാന വിജയിയായി. സമ്മാന വിതരണം ഉദ്ഘാടകനായ MK വിജയകുമാറും രക്ഷാധികാരി വിജയകുമാറും ചേർന്ന് നൽകി. ചടങ്ങിൽ ഗിരീശൻ ചന്ദേരയുടെ മറവിയുടെ യാത്രക്കാർ എന്ന കഥാസമാഹാരത്തെക്കുറിച്ച് ചർച്ച നടന്നു. പിലിക്കോട് ശാഖാ സെക്രട്ടറി ഗിരീശൻ KTV സ്വാഗതവും ശാഖാ വൈസ് പ്രസിഡന്റ് വിജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വയം സമർപ്പിച്ചു വേണം മതബോധത്തിന്റെ പാഠഭാഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകേണ്ടതെന്ന് കണ്ണൂർ രൂപത സഹായ മെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി. കാഞ്ഞങ്ങാട് ഫെറോന മതബോധന അധ്യാപക സംഘം തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. കണ്ണൂർ ജില്ലയിലെ ഏഴിമല മുതൽ കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വരെയുള്ള 13-ൽ പരം പള്ളികളിലെ മതബോധന വിഭാഗത്തിലെ അധ്യാപകർക്കായാണ് ഫൊറോന തലത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. 150-ൽ പരം അധ്യാപകർ സെമിനാറിൽ പങ്കെടുത്തു. കണ്ണൂർ രൂപത സഹായ മെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സ്വയം സമർപ്പിച്ച് വേണം മതബോധനത്തിന്റെ പാഠഭാഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. വചനവും സഭാ നിയമങ്ങളും ജീവിത മൂല്യവും ഒരുമിച്ച് ചേർത്ത് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുന്ന അധ്യാപകർ നൽകുന്ന മതബോധന പാഠം മഹത്തരമാണെന്നും ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി അഭിപ്രായപ്പെട്ടു. ഉപാധിയെന്ന് വെച്ചാൽ യേശുവിനോടുകൂടി ആയിരിക്കുക, അവിടുത്തെ പ്രാധാന്യത്തിലായിരിക്കുക. നമ്മൾ സംസാരിക്കണമെങ്കിൽ യേശു തന്നെ നമ്മളോട് പറയുന്നത് എന്താണ് കേൾക്കാമെന്ന്. ആ സംഭാഷണമാണ് നമ്മുടെ ജീവിതത്തെ നമ്മളോട് അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങളെ നയിക്കേണ്ടത്. യേശുവിൻ്റെ പ്രാധാന്യത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന കാര്യം സ്വാംശീകരിച്ച് യേശുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുക. ഫൊറോന വികാരി ഫാദർ മാത്യു തൈക്കൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രൂപത ചാൻസലർ ഫാദർ ആന്റണി കുരിശിങ്കൽ, മതബോധന വിഭാഗം മേഖലാ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ എടത്തിൽ, ഏഞ്ചൽ തോമസ് എന്നിവർ സംസാരിച്ചു. പരിയാരം സംസ്കൃതി ഭവൻ ഡയറക്ടർ ഫാദർ ജോ മാത്യു സെമിനാറിൽ വിഷയാവതരണം നടത്തി. ബിഷപ്പ് ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ ദിവ്യബലിയും നടന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് സുന്നി സെന്റർ നാടിന് സമർപ്പിച്ചു. പ്രൗഢമായ ചടങ്ങിലാണ് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ഹസ്നുൽ അഹദൽ തങ്ങൾ സുന്നി സെന്റർ നാടിന് സമർപ്പിച്ചത്. അത്യാധുനിക രീതിയിൽ നവീകരിച്ച കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ PA ഉസ്താദ് സുന്നി സെന്റർ നാടിന് സമർപ്പിച്ചു. പ്രൗഢമായ ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ഹസനുൽ അഹദൽ തങ്ങൾ സുന്നി സെന്റർ നാടിന് സമർപ്പിച്ചു. തുടർന്ന് നടന്ന PA ഉസ്താദ് ചിത്താരി ഉസ്താദ് അനുസ്മരണ സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം ഉദ്ഘാടനം ചെയ്തു. സമസ്ത കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം സഅദി അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അധ്യക്ഷത വഹിച്ചു. SYS കാഞ്ഞങ്ങാട് സോൺ പ്രസിഡന്റ് മദനിയം അബ്ദുൽ ലത്തീഫ് സഖാഫി സ്വാഗതം പറഞ്ഞു. SSF സംസ്ഥാന സെക്രട്ടറി മുനവർ അമാനി, സമസ്ത കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി VC അബ്ദുല്ലാഹി സഅദി, SSF ജില്ലാ പ്രസിഡന്റ് റയീസ് മുയിനി, SMA സംസ്ഥാന സെക്രട്ടറി
സുലൈമാൻ കരിവള്ളൂർ, ജില്ലാ സെക്രട്ടറി ബഷീർ മങ്കയം, ചിത്താരി അബ്ദുല്ല ഹാജി, മടിക്കൈ അബ്ദുല്ല ഹാജി, ശിഹാബുദ്ദീൻ അഹ്സനി, ഹമീദ് മൗലവി കൊളവയൽ, സത്താർ പഴയകടപ്പുറം, അബ്ദുല്ല മൗലവി ക്ലായിക്കോട്, ആറങ്ങാടി അബ്ദുൽ ഖാദർ സഖാഫി, അബ്ദുല്ലഹിമാൻ ഇർഫാനി, റിയാസ് ബദ്വി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. VP പ്രശാന്ത് മെമ്മോറിയൽ എൻറോൾമെന്റ് വിതരണം ചെയ്തു. കുണ്ടംകുഴിയിലെ ബേഡകം ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം CV ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2020-21 JDC ബാച്ച് വിദ്യാർത്ഥിയായിരുന്ന കലാസാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ നിറസാന്നിധ്യവും 2021 കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന യുവ പ്രതിഭാ പുരസ്കാര ജേതാവുമായിരുന്ന അകാലത്തിൽ വിട പറഞ്ഞ VP പ്രശാന്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോമെന്റ് 2024-25 വർഷത്തിൽ മുന്നാട് JDC സെന്ററിൽ ടോപ്പ് മാർക്ക് നേടിയ സുചിത്ര കെ, അനഘ കെ, പ്രമോദ് എ എന്നിവർക്ക് നൽകി. കുണ്ടംകുഴി ബേഡകം ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടത്തിയ പരിപാടി സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം CV ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി രജിസ്ട്രാർ V ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. T മഹേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. AD അശോക് ഷേണായ്, ബാലകൃഷ്ണൻ മാഷ്, ജെനി ടീച്ചർ, സ്മിത ടീച്ചർ, ജൂനേഷ് കെ, ശ്രീജിത്ത്, മഹേഷ് T, പ്രമോദ്, PTA പ്രസിഡന്റ് സുധീഷ് എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൺവീനർ അഞ്ജു അരവിന്ദ് നന്ദി പറഞ്ഞു. എൻഡോമെന്റ് കമ്മിറ്റി ഭാരവാഹികളായി ചെയർമാൻ ജൂനേഷ് കെ, വൈസ് ചെയർമാൻ ശ്രീജ ഗോപാലകൃഷ്ണൻ, കൺവീനറായി അനിൽകുമാർ, ജോയിന്റ് കൺവീനറായി സായി കിരൺ, ട്രഷററായി ഷെജു ഗോപാൽ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാർത്തകൾ തുടരുന്നു. ചങ്ങമ്പുഴ വനിതാ വേദി അള്ളംകോട് വയലിൽ നെൽകൃഷി ആരംഭിച്ചു. ഞാറുനടൽ വാണിയംപാറ നാടിന്റെ ഉത്സവമായി. തിമിർത്തു പെയ്യുന്ന മഴയിലും വയലിൽ ഉത്സവമേളം തീർത്തുകൊണ്ട് നാടൊന്നാകെ ആവേശത്തോടെ ഞാറുനടലിൽ പങ്കാളികളായി. പഴമയുടെ താളം പിടിച്ച് നാട്ടിപ്പാട്ടിന്റെ ഈണത്തിൽ അള്ളങ്കോട് വയലിൽ സന്തോഷത്തിന്റെ പച്ചപ്പ് വിരിയുന്നു. വാണിയമ്പാറ ചെങ്ങമ്പുഴ കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വേദിയുടെ വനിതാ കൂട്ടായ്മയായ ചെങ്ങമ്പുഴ വനിതാവേദി നാട്ടിലെ സ്ത്രീകളെയും പൊതുജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് നെൽകൃഷിക്കായി തരിശായി കിടന്ന സ്ഥലത്താണ് ഞാറ് നട്ടത്. തിമിർത്ത് പെയ്യുന്ന മഴയിലും വയലിൽ ഉത്സവമേളം തീർത്തുകൊണ്ട് എല്ലാവരും ആവേശത്തോടെ ഞാറുനടലിൽ പങ്കാളികളായി. നാളുകളായുള്ള പരിശ്രമങ്ങളുടെ ഫലം മികച്ച വിളവ് നൽകുമെന്ന് തന്നെയാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ. വാണിയമ്പാറ അള്ളങ്കോട് വയലിൽ നടന്ന ഞാറുനടയിലിന് വനിതാവേദി സെക്രട്ടറി വിനീത, പ്രസിഡന്റ് മനോജ് ചെങ്ങമ്പുഴ, ഭരണസമിതി അംഗങ്ങളായ പ്രേമ കുഞ്ഞികൃഷ്ണൻ, ലീലാകൃഷ്ണൻ എന്നിവർ നേതൃത്വം വഹിച്ചു. ചെങ്ങമ്പുഴ സെക്രട്ടറി നിതീഷ് കുമാർ, പ്രസിഡന്റ് ജയേഷ് കുമാർ മൂലക്കേവീട്, ട്രഷറർ സുർജിത്ത് വടക്കേക്കര, ക്ലബ്ബ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ആവശ്യമായ സഹായവും നിർദ്ദേശങ്ങളും നൽകി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. വേദിയിലെ മുതിർന്ന പ്രവർത്തകരോടൊപ്പം ബാലവേദി പ്രവർത്തകരും വയലിൽ ഇറങ്ങി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് താളിപ്പടപ്പ് ഭഗവാൻ സത്യസായി അഭയനികേതന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്ക് സൗജന്യ തയ്യൽ മെഷീൻ വിതരണം നടത്തി. കാസർഗോഡ് മാതാ അമൃതാനന്ദമയി മഠത്തിലെ വേദവേദ്യാമൃത ചൈതന്യ സ്വാമി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് താളിപ്പടപ്പ് ഭഗവാൻ സത്യസായി അഭയനികേതന്റെ ആഭിമുഖ്യത്തിൽ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വനിതകൾക്ക് സൗജന്യ തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. കാസർഗോഡ് മാതാ അമൃതാനന്ദമയി മഠത്തിലെ വേദ്യാമൃത ചൈതന്യ സ്വാമി തയ്യൽ മെഷീനുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യുക, സ്വയം ഒന്നും നേടാനില്ല. അങ്ങനെയുള്ള ഗുരു പരമ്പരയുടെ അനുഗ്രഹമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഭഗവാന്റെ നാമത്തിൽ ഇന്നും നമ്മൾ സേവന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എത്രയോ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ പ്രണമിക്കാനല്ലാതെ തിരിച്ചൊരു നന്ദി പറയാൻ പോലും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതുപോലെയുള്ള മഹാഗുരുക്കന്മാർ നമുക്ക് തരുന്ന അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം കേവലം സേവന പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് കൃത്യമായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നന്ദിയോടുകൂടി ഓർക്കുവാനും എന്നും ഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ജീവിതത്തിൽ അനുഷ്ഠാനങ്ങൾ ചെയ്യുവാനും അങ്ങനെ നിത്യമായ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും ഒക്കെ എത്തുവാൻ നമുക്ക് സാധിക്കണം. സത്യസായി അഭയനികേതൻ പ്രസിഡന്റ് ഡോക്ടർ SB ഗണ്ഡികെ അധ്യക്ഷത വഹിച്ചു.
വാർഡ് കൗൺസിലർ അശ്വിനി ജി നായിക്, കൃഷ്ണ ഹാർഡ്വെയർ ഉടമ കെ സുരേഷ്, രാമരാജ ക്ഷത്രിയ കോട്ടയാർ സേവാസംഘം ഭാരവാഹി കുമ്പളയിലെ ഓംപ്രകാശ് ഹൂഡെ, ലത എന്നിവർ സംസാരിച്ചു. BSS അഭയനികേതൻ ജോയിന്റ് സെക്രട്ടറി CN രാമകൃഷ്ണ സ്വാഗതവും B പ്രേംപ്രകാശ് നന്ദിയും പറഞ്ഞു. 5 വനിതകൾക്കാണ് തയ്യൽ മെഷീനുകൾ നൽകിയത്. താളിപ്പടുപ്പ് ഭഗവാൻ സത്യസായി അഭയനികേതൻ ഇത്തരത്തിലുള്ള നിരവധി സേവന പ്രവർത്തനങ്ങളുമായി ജീവകാരുണ്യ രംഗത്ത് സജീവമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 40-ലധികം കുട്ടികളെ നീന്തലിന് പ്രാപ്തരാക്കി രാവണേശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. നീന്തൽ പരിശീലനത്തിന് സമാപനമായി. രാവണേശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജൂലൈ 9 ആരംഭിച്ച 10 ദിവസക്കാലത്തെ കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലനം മാക്കിയിൽ വയലാക്കുളത്തിൽ സമാപിച്ചു. 5 വയസ്സുള്ള നിരഞ്ജന രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ മുതൽ 16 വയസ്സുള്ളവർ വരെ രാവിലെ 6 മണി മുതൽ 8 മണി വരെ 10 ദിവസവും മുടങ്ങാതെ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്ത് നീന്തൽ സ്വായത്തമാക്കി. നീന്തൽ പരിശീലകൻ വിപിൻ കുമാർ പടന്നക്കാടാണ് കുട്ടികൾക്ക് നീന്തലിനുള്ള പ്രായോഗിക പരിശീലനം നൽകിയത്. ഒപ്പം ക്ലബ് പ്രവർത്തകരും കുട്ടികളുടെ മാതാപിതാക്കളും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നപ്പോൾ ഒരു നാടൊന്നാകെ സ്വയം രക്ഷയ്ക്കുള്ള അടിസ്ഥാന പാഠങ്ങൾ സ്വന്തമാക്കി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി മധുസൂദനൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് പരിശീലകനും കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഇന്നലെ വരെ നമ്മുടെ പ്രദേശത്തൊന്നുമില്ലാത്ത നിലയിലുള്ളൊരു സംരംഭമാണ് ഈ പുതിയ കമ്മിറ്റി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം അതിൻ്റെ ഭാരവാഹികൾ ആലോചിച്ച് ഇതുപോലൊരു നീന്തൽ പരിശീലനം നടത്തണം എന്ന് തീരുമാനിച്ചത്. എന്തായാലും ക്ലബിൻ്റെ ഭാരവാഹികളെ ഞാൻ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ പറയുന്നത് പോലെ നീന്തൽ എന്ന് പറയുന്നത് ഒരു രക്ഷാമാർഗം കൂടിയാണ്. നീന്തൽ അഭ്യസിക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷാമാർഗം കൂടിയാണ്. അപകടത്തിൽപ്പെട്ടാൽ ഒരുപക്ഷെ നീന്തൽ അറിയാത്തവർ വലിയ ദുരന്തം നേരിടേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ നീന്തൽ എല്ലാവരും, ഈ വരുന്ന കുട്ടികൾ, ഇനിയുള്ള കുട്ടികളും എല്ലാവരും ഇത് പരിശീലിക്കാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ശാരീരികമായ ഒരുപാട് വ്യായാമം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ വ്യായാമത്തിനും ഇത് പരിശീലിച്ചാൽ അത് ഗുണം ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ക്ലബ് പ്രസിഡന്റ് C നാരായണൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരികളായ KV കൃഷ്ണൻ, K കൃഷ്ണൻ, A തമ്പാൻ, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, കരുണാകരൻ കുന്നത്ത്, P മിനി, നീന്തൽ പരിശീലകൻ വിപിൻ കുമാർ പടന്നക്കാട് എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി രാജൻ കുഴിഞ്ഞടി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി P മിഥുൻ രാജ് നന്ദിയും പറഞ്ഞു. സമാപന പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് ലഘുഭക്ഷണം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ആദരിക്കൽ ചടങ്ങും നടന്നു. ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷരീഫ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും മുതിർന്ന വ്യാപാരികളെ ആദരിക്കൽ ചടങ്ങും മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു. അമ്പലത്തറ വ്യാപാര ഭവനിൽ നടന്ന യോഗം യൂണിറ്റ് പ്രസിഡന്റ് KV ഗോപാലന്റെ അധ്യക്ഷതയിൽ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ K അഹമ്മദ് ഷരീഫ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വെച്ച് 50 വർഷമായി വ്യാപാരം നടത്തിവരുന്ന മുതിർന്ന മെമ്പർമാരെ അമ്പലത്തറ ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ TV പ്രമോദ് ആദരിച്ചു. ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഹംസ പാലക്കി, സംസ്ഥാന കൌൺസിൽ അംഗം ആസിഫ് മെട്രോ, വനിതാ സ്റ്റേറ്റ് കൌൺസിൽ അംഗം സരജ ബാബു എന്നിവർ സംസാരിച്ചു. SLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെ മക്കളെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. പ്രസിഡന്റ് KV ഗോപാലിനും യൂണിറ്റിന്റെ സ്നേഹാദരം ജില്ലാ അധ്യക്ഷനിൽ നിന്നും സ്വീകരിച്ചു. രാജൻ P കൃഷ്ണൻ, കുഞ്ഞിക്കണ്ണൻ പുറവങ്കര, വിജയൻ, M ഹസൈനാർ, കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജയരാജൻ സ്വാഗതവും ട്രഷറർ PV കുഞ്ഞിക്കണ്ണൻ നന്ദിയും പറഞ്ഞു. യോഗത്തിനെത്തിയ മുഴുവൻ മെമ്പർമാർക്കും യൂണിറ്റിന്റെ സ്നേഹോപഹാരമായി ഗിഫ്റ്റും നൽകി. സമ്മാനങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാണത്തൂർ പുഴയിൽ കാണാതായ കർണാടക സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. കുറ്റിച്ചെടികൾക്കിടയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധവുമായി SFI. നീലേശ്വരം, കാസർഗോഡ് കേന്ദ്ര വിദ്യാലയങ്ങളിലേക്ക് മാർച്ച് നടത്തി. യോഗയെ വിദ്യാലയങ്ങളിൽ നിന്ന് നീക്കാനാണ് സർക്കാർ സൂംബയെ വാരിപ്പുണരുന്നതെന്ന് ശശികല ടീച്ചർ. തെക്കേക്കാട് മുത്തപ്പൻ തെയ്യം ഭക്തരുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും ശശികല ടീച്ചർ. കുട്ടനാട്
നാട്ടുകാരുടെ നേതൃത്വത്തിൽ വഞ്ചിപ്പാട്ട് ആവേശക്കാഴ്ചയൊരുക്കി കാരിപ്പള്ളി നെൽവയലിൽ മഴപ്പൊലിമ. ബീച്ച് ടു ബെഞ്ച് സർവേയുമായി സമഗ്ര ശിക്ഷ കേരളം. പടന്ന കടപ്പുറത്തുൾപ്പെടെ എത്തി സർവേ നടത്തി. കാഞ്ഞങ്ങാട് സുന്നി സെന്റർ നാടിന് സമർപ്പിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ഹസ്നുൽ ഹാദിൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.